+1 +2 എക്സാം എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പ്രധാനമായും ചെയ്യുന്ന ചോദ്യം +1 മാത്സിന് എക്സാമിന് മുൻ വർഷം ചോദിച്ച ഒരു ചോദ്യമാണ്. ഇത് ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ചോദ്യമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ്. ഈ ചോദ്യം നിങ്ങൾ മനസ്സിലാക്കുക, മുഴുവനായിട്ട് ഈ വീഡിയോ ക്ലാസ് കാണുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോ ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. നോക്കൂ ചോദ്യം. പ്രൂവ് ദാറ്റ് d/dx ഓഫ് cos x divided by 1 plus sin x equal to -1/1 plus sin x. അതായത് രണ്ട് ഫംഗ്ഷനുകൾ, ഫസ്റ്റ് ഫംഗ്ഷൻ അതേപോലെ സെക്കൻഡ് ഫംഗ്ഷൻ, ഈ രണ്ട് ഫംഗ്ഷനുകളെ നമ്മൾ ഡിവൈഡ് ചെയ്ത് റിസൾട്ട് ഈ -1/1 plus sin x എന്ന ഉത്തരത്തിലേക്ക് എത്തിക്കണം. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് രണ്ട് ഫംഗ്ഷൻ വന്ന് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന റൂള് കോഷ്യൻ റൂളാണ്. കോഷ്യൻ റൂൾ ചെയ്യുമ്പോൾ നോക്കിയേ, ഫസ്റ്റ് ഫംഗ്ഷനും സെക്കൻഡ് ഫംഗ്ഷനും ഉണ്ട്. അപ്പൊ റിസൾട്ട് ചെയ്യുമ്പോൾ സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു d/dx ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ മൈനസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു d/dx ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഓൾ ഡിവൈഡഡ് ബൈ സെക്കൻഡ് ഫംഗ്ഷന്റെ സ്ക്വയർ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആൻസർ പാർട്ടിൽ എഴുതാം. d/dx ഓഫ് എന്ത് എഴുതാം, cos x 1 plus sin x നമ്മൾ ഇങ്ങനെ എഴുതും. ഓക്കെ, ഇനി ഇതിലെ ഫസ്റ്റ് ഫംഗ്ഷൻ ഏതാണ്? ഫസ്റ്റ് ഫംഗ്ഷൻ ഏതാണ് നമുക്ക് പറയാം, cos x ആണ് ഫസ്റ്റ് ഫംഗ്ഷൻ അല്ലെ. സെക്കൻഡ് ഫംഗ്ഷൻ എന്താണ്? സെക്കൻഡ് ഫംഗ്ഷൻ 1 plus sin x ആണ്. ഉറപ്പല്ലേ? അപ്പൊ നമുക്ക് സെക്കൻഡ് ഫംഗ്ഷൻ ആദ്യം എഴുതാം, 1 plus sin x into d/dx ഓഫ് ഇക്വേഷൻ കണ്ട d/dx ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ അഥവാ cos x മൈനസ് സെക്കൻഡ് ഫസ്റ്റ് ഫംഗ്ഷൻ into d/dx of first function all divided by second function the square. Second function ഏതാണ്? 1 plus sin x ആണ്, അതിന്റെ ഹോൾ സ്ക്വയർ എഴുതുക. ഇനി നമുക്ക് ചെയ്യുമ്പോൾ നോക്കിയേ, ഈ 1 plus sin x നിങ്ങൾ അതുപോലെ എഴുതി വെക്കുക. എന്നിട്ട് cos x ന്റെ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ എന്ത് വരും? d/dx ഓഫ് cos x is equal to എന്താണ് വരാറ്? മൈനസ് സൈൻ എക്സ് ആണ് വരാറ്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് എഴുതും? മൈനസ് സൈൻ എക്സ് എഴുതും. ഇനിയോ ഇവിടെ എന്തുണ്ട്? നമുക്ക് മൈനസ് കോസ് എക്സ് അതുപോലെ എഴുതും. ഇനി d/dx ഓഫ് 1 ഉണ്ട്. d/dx ഓഫ് 1 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്, അത് 0 ആയി പോകും. അതുപോലെ d/dx ഓഫ് സൈൻ എക്സ് ഉണ്ട്. ആ സൈൻ എക്സ് എന്തായി മാറും? കോസ് എക്സ് ആയി മാറും. നോക്കാം, ഈ സൈൻ എക്സ് എന്തായി മാറും? കോസ് എക്സ് ആയി മാറും. അപ്പൊ നമുക്ക് ഇവിടെ കോസ് എക്സ് എന്ന് കിട്ടി. കഴിഞ്ഞില്ല, നമ്മൾ താഴത്ത് ഡിനോമിനേറ്റർ ചെയ്യാൻ മറക്കരുത്. 1 plus sin x ഹോൾ സ്ക്വയർ എഴുതി. ഓക്കെ, ഇനി നമുക്ക് ഈ ബ്രാക്കറ്റ് കൊണ്ട് ഇതിനെ ഓപ്പൺ ചെയ്യാം. അപ്പൊ 1 into minus sin x ആയി, മൈനസ് sin x into plus sin x മൈനസ് സൈൻ സ്ക്വയർ എക്സ്. ഓക്കെ, ഇനി ബാക്കി എന്ത് വരും? കോസ് എക്സിന്റെ സ്ക്വയർ, കോസ് സ്ക്വയർ എക്സ്, സൈൻ സ്ക്വയർ എക്സ്, കോസ് സ്ക്വയർ എക്സ് ആയി. താഴത്ത് എന്താ വരാ? താഴത്ത് വരെന്താ? 1 plus sin x ഹോൾ സ്ക്വയർ. അത് ലാസ്റ്റ് വരെ അങ്ങനെ കൊണ്ടുപോവാ, ഏറ്റവും അവസാനം ചെയ്താൽ മതി. ഇങ്ങനെ വരുമ്പോ നമുക്ക് എന്ത് ചെയ്താം? ഈ ആദ്യത്തെ മൈനസ് സൈൻ എക്സ് നമ്മൾ അതുപോലെ ഇവിടെ നമ്മൾ കണ്ട മൈനസ് സൈൻ സ്ക്വയർ എക്സ് മൈനസ് കോസ് സ്ക്വയർ എക്സ് നിങ്ങൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 ആണ്. ഓക്കെ, ഇതിനെ എല്ലാ ഭാഗത്തും മൈനസ് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും? അപ്പൊ റിസൾട്ട് ഇവിടെയും എന്ത് വരും? മൈനസ് വരും. അപ്പൊ അങ്ങനെ വരുമ്പോ മൈനസ് സൈൻ സ്ക്വയർ എക്സ് മൈനസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു -1 അല്ലെ. ഇതുപോലെ അല്ല അത് കിടക്കുന്നത്. മൈനസ് സൈൻ സ്ക്വയർ എക്സ് മൈനസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു എന്ത് കിട്ടി? മൈനസ് കിട്ടി. അപ്പോ ഈ രണ്ട് റിസൾട്ടിന് പകരം നമ്മൾ -1 കൊടുത്തു ബൈ 1 plus സൈൻ സ്ക്വയർ എക്സ് എന്നെഴുതി. കഴിഞ്ഞിട്ടില്ല, നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. മൈനസ് കൊണ്ട് ബ്രാക്കറ്റ്, ഈ മൈനസ് പുറത്തേക്ക് എടുത്തു. ഈ മൈനസ് രണ്ടിലെ കോമൺ ആയിട്ട് എന്താ ഉള്ളത്? മൈനസ് ആണ്. ആ മൈനസ് പുറത്തേക്ക് എടുത്താൽ എന്ത് വരും? സൈൻ എക്സ് പ്ലസ് 1
ഓൾ ഡിവൈഡഡ് ബൈ താഴത്തെ എന്ത് കിടക്കുന്നുണ്ട് 1 പ്ലസ് സൈൻ സ്ക്വയർ എക്സ് കിടക്കുന്നുണ്ട്. നമുക്ക് ഇതിനെ ഒന്ന് റീറൈറ്റ് ചെയ്താം. ഇതിനെ ആദ്യം എന്താക്കാം, മൈനസ് ഇട്ടതിന് ശേഷം 1 പ്ലസ് സൈൻ എക്സ് എന്ന് എഴുതാം. വിരോധമില്ലല്ലോ, ഇല്ല. എങ്കിൽ ഈ താഴത്തത് എന്താണ് 1 പ്ലസ് സൈൻ എക്സ് ഇൻറ്റു 1 പ്ലസ് സൈൻ എക്സ് അല്ലേ. 1 പ്ലസ് സൈൻ സ്ക്വയർ എക്സ് വരാം. താഴത്ത് 1 പ്ലസ് സൈൻ എക്സ് ഇൻറ്റു 1 പ്ലസ് സൈൻ എക്സ് അല്ലേ. 1 പ്ലസ് സൈൻ സ്ക്വയർ എക്സ് വരാം. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ 1 പ്ലസ് സൈൻ എക്സും ഈ 1 പ്ലസ് സൈൻ എക്സും ക്യാൻസൽ ചെയ്താൽ ഇവിടെ എന്ത് വരും, 1 വരും. അപ്പൊ റിസൾട്ട് എന്തായി, -1/1 പ്ലസ് സൈൻ എക്സ് ആയി മാറി. ഓക്കെ, നമ്മുടെ ചോദ്യം എന്തായിരുന്നു, d/dx ഓഫ് എന്താ ചെയ്യാ, കോസ് എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് സൈൻ എക്സ് ചെയ്തപ്പോ എന്ത് കിട്ടി, -1 പ്ലസ് സൈൻ എക്സ് അഥവാ LHS ഈക്വൽ ടു RHS നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്നായി ശ്രദ്ധിക്കുക. എല്ലാ സ്റ്റെപ്പുകളും എഴുതി തന്നിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ പ്രധാനമായും നോക്കേണ്ടത് കോഷ്യൻ റൂളാണ്. കോഷ്യൻ റൂൾ വരുമ്പോ രണ്ട് ഫംഗ്ഷനുകളെ തമ്മിൽ ഡിവൈഡ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യമാണ്. അങ്ങനെ വരുമ്പോ നമ്മൾ ചെയ്യുന്ന ഇക്വേഷൻ സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ മൈനസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഓൾ ഡിവൈഡഡ് ബൈ സെക്കൻഡ് ഫംഗ്ഷന്റെ സ്ക്വയർ. അങ്ങനെ ചെയ്ത് കിട്ടിയതാണ് ഇത്. എല്ലാവരും മനസ്സിലാക്കുക, എഴുതിയെടുക്കുക, പഠിക്കാൻ ശ്രമിക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.